സാർ, നമ്മൾ ഇന്നത്തെ ഒരു വിപണിയിലോട്ട് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് നിഫ്റ്റി 50-ൽ ഇപ്പോൾ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ ഫ്ലാറ്റ് പോസിറ്റീവ് നോട്ടിലാണ് ട്രേഡിംഗ് നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ക്ഷമിക്കണം, ഇപ്പോൾ ഒരു ഫ്ലാറ്റ് ഇടിവിലോട്ട് വന്നിട്ടുണ്ട്. 25,869 എന്നൊരു നിലയിലാണ് ട്രേഡിംഗ് തുടരുന്നത്. നിലവിൽ 8 പോയിൻറ്റിന് ഇടിവാണ് കാണുന്നത്. ഇപ്പോൾ നിഫ്റ്റി 50-ൽ താങ്കൾ വാച്ച് ചെയ്തിരിക്കുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? വിഷ്ണു, നിഫ്റ്റി 50യുടെ കേസിൽ അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. നിഫ്റ്റി 50ക്ക് വളരെ സ്ട്രോങ് ഒരു റെസിസ്റ്റൻസ് 26,050, 26,100 ഈ റേഞ്ചിലുണ്ട്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുമ്പോഴേ നമുക്ക് വീണ്ടും ഒരു ശക്തമായിട്ട് അപ്വേർഡ് മൂവ്മെന്റ് കാണാൻ സാധിക്കത്തുള്ളൂ. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. സാറിന് ഈ ബാങ്ക് നിഫ്റ്റി നമ്മൾ നോക്കുമ്പോൾ 58,009 എന്നൊരു നിലയിലാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നത്. 23 പോയിൻറ്റിൻ്റെ ഇടിവാണ് ബാങ്ക് നിഫ്റ്റിയിൽ കാണാൻ സാധിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ താങ്കളുടെ എക്സ്പെക്റ്റേഷൻ, ഒപ്പം താങ്കൾ വാച്ച് ചെയ്യുന്ന പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെയാണ്? നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിലും അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നുണ്ട്. 58,400 പോയിന്റ് ആയിരിക്കും നമ്മൾ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവല്. നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ നമുക്ക് ഇന്ന് കാര്യമായിട്ട് ഒരു മൂവ്മെന്റ് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിലും നമ്മൾ ഇന്നിപ്പോ എടുത്തു പറയാനുള്ളത് PSU ബാങ്ക് ഇൻഡെക്സിന്റെ കേസ്. PSU ബാങ്കിങ് സ്റ്റോക്സിൽ അക്രോസ് ദ ബോർഡ് നമുക്ക് നല്ല ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. സാർ, ഇന്ന് റിയൽറ്റി സൂചികയിൽ നമുക്കൊരു മുന്നേറ്റം കാണാൻ സാധിക്കുന്നുണ്ട്. റിയൽറ്റിയിൽ നിന്നുള്ളൊരു സ്റ്റോക്കാണ് നമുക്ക് ആദ്യം ചോദിക്കാനുള്ളത്. ഒബ്റോയ് റിയൽറ്റിയാണ്. ഇന്ന് 2.3% നേട്ടം ഒബ്റോയ് റിയൽറ്റിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. നിലവിൽ 1792 എന്നൊരു പ്രൈസിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഈ ഒരു ഓഹരിയിൽ താങ്കളുടെ ടേക്ക് എന്താണ്? ഒബ്റോയ് റിയാലിറ്റി മറ്റ് മേജർ റിയാലിറ്റി സ്റ്റോക്സിലൊക്കെ നമുക്ക് വലിയൊരു കറക്ഷൻ ആയിരുന്നു ജൂൺ മാസത്തിന് ശേഷം കാണാൻ സാധിച്ചത്. ബട്ട് ഒക്ടോബർ മാസത്തിന്റെ തുടക്കം മുതൽ തന്നെ റിയാലിറ്റി സ്റ്റോക്സിലൊക്കെ നമുക്ക് വീണ്ടും ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. ഓബ്റോയ് റിയാലിറ്റിയുടെ കേസിൽ ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് വീണ്ടും ബുള്ളിഷായി മാറിയിട്ടുണ്ട്. കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന അടുത്ത മേജർ റെസിസ്റ്റൻസ് 1870, അതിനുശേഷം 1980 ആയിരിക്കും. സാറിന് നമുക്ക് ഇൻഫോസിസിൻ്റെ വ്യൂ ആണ് അറിയേണ്ടത്. കഴിഞ്ഞ 3 മാസങ്ങൾ നോക്കുമ്പോൾ കാര്യമായൊരു പ്രകടനമൊന്നും ഇൻഫോസിസ് കാഴ്ചവെച്ചതായിട്ട് കാണുന്നില്ല. നിലവിൽ 1490 എന്നൊരു പ്രൈസിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഇൻഫോസിസ് താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ഇൻഫോസിസിന്റെ കേസിൽ നിലവിൽ ലോങ് ടേം ട്രെൻഡ് ബെയറിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ്വേസ് ആണെങ്കിൽ പോലും നമുക്ക് നല്ല ലോ റിസ്കിൽ ഒരു ബുള്ളിഷ് സെറ്റപ്പ് ഇൻഫോസിസിന്റെ കേസിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇൻഫോസിസിന്റെ കേസിൽ ഇന്ന് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് 1518 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ പിന്നീടുള്ള മേജർ റെസിസ്റ്റൻസ് 1550, അതിനുശേഷം 1575 ആയിരിക്കും. 1575 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ വലിയൊരു മുന്നേറ്റം ഈ സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാം. സാർ, ഇപ്പോൾ ഓൾറെഡി മെൻഷൻ ചെയ്ത് കഴിഞ്ഞു ഇന്ന് PSU ബാങ്കിങ് സൂചിയുടെ ഒരു മുന്നേറ്റം. ഏതായാലും അതിൽ നിന്നൊരു സ്റ്റോക്കാണ് എടുത്ത് ചോദിക്കാനുള്ളത്. ഇന്ന് യൂണിയൻ ബാങ്ക് നോക്കുമ്പോൾ 4% ഒരു നേട്ടം രേഖപ്പെടുത്തിയാണ് ട്രേഡിംഗ് തുടരുന്നത്. കഴിഞ്ഞൊരു മാസവും നേട്ടത്തിലുള്ള ഒരു ക്ലോസിംഗ് ആണ് യൂണിയൻ ബാങ്ക് എടുത്തത്. ഇപ്പോൾ യൂണിയൻ ബാങ്കിൽ താങ്കളുടെ ടേക്ക് എന്താണ്? എൻറ്റയർ PSU ബാങ്കിങ് സ്പേസ് നോക്കുമ്പോഴേക്കും വളരെ ചുരുക്കം അപൂർവ സ്റ്റോക്സിൽ നമുക്കൊരു ലോ റിസ്ക് ബൈങ് അവസരം കാണാൻ പറ്റാതെ ഇരിക്കുന്നുള്ളൂ. അതിൽ തീർച്ചയായിട്ടും വൺ ഓഫ് ദോസ് സ്റ്റോക്സ് ഇസ് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ. യൂണിയൻ ബാങ്കിന്റെ കേസിൽ ഇന്നലെ നമുക്ക് ഒത്തിരി വോളറ്റിലിറ്റി കാണാൻ സാധിച്ചിരുന്നു. സോ അറ്റ് ദിസ് പോയിന്റ് നമുക്ക് ആ യൂണിയൻ ബാങ്കിന്റെ റിക്കവറി വെറും ഷോർട്ട് കവറിംഗ് ആയിട്ട് മാത്രമേ വിലയിരുത്താൻ സാധിക്കുന്നുള്ളൂ. ഈ സ്റ്റോക്കിന് വളരെ സ്ട്രോങ് ഒരു റെസിസ്റ്റൻസ് 153 രൂപയിൽ കാണുന്നുണ്ട്. സാറിന് ഇന്ന് നമുക്ക് അറിയേണ്ട മറ്റൊരു സ്റ്റോക്ക്, ഇന്ന് മിഡ് ക്യാപ്പിൽ വലിയൊരു മുന്നേറ്റമാണ് നവീൻ ഫ്ലൂറൈൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 14% ഒരു കുതിപ്പ് ഈ ഒരു തുടക്ക സമയം തന്നെ ഓഹരിയിൽ കാണുന്നുണ്ട്. 5702 എന്നൊരു നിലയിലാണ് ഇപ്പോൾ ഓഹരിയിൽ ട്രേഡിംഗ് നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല ഇന്ന് ഒരു പുതിയ സർവ്വകാല ഉയരം കൂടി രേഖപ്പെടുത്തിയാണ് ട്രേഡിംഗ് തുടരുന്നത്. നവീനിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? നവീൻ ഫ്ലൂറോ കെമിക്കലിന്റെ കേസിൽ ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. എങ്കിലും കറന്റ് ലെവൽസിലെ പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. മിഡ് ക്യാപ്പിൽ തന്നെ വെൽകോർപ്പ് ഇന്ന് നോക്കുമ്പോൾ 5% നേട്ടമാണ് രേഖപ്പെടുത്തുന്നതായിട്ട് കാണുന്നത്. 974 എന്നൊരു പ്രൈസിലാണ് ട്രേഡിംഗ് തുടരുന്നത്. ഈ ഒരു ഓഹരിയിൽ താങ്കളുടെ എക്സ്പെക്റ്റേഷൻ എന്താണ്? വെൽകോർപ്പിന്റെ കേസിലും അണ്ടർടോൺ ബുള്ളിഷായി തന്നെ തുടരുന്നു. ഈ സ്റ്റോക്കിന് വളരെ മേജർ റെസിസ്റ്റൻസ് 1000 രൂപയിൽ കാണുന്നുണ്ട്. സോ കറന്റ് പാറ്റേൺ നോക്കുമ്പോഴേക്കും നമുക്ക് ആ ഒരു ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ബട്ട് എങ്കിലും കറന്റ് ലെവൽസിൽ നമുക്ക് ലോ റിസ്കിൽ ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റിയും കാണാൻ സാധിക്കുന്നുണ്ട്.
സാറിന് നമുക്ക് അറിയേണ്ട ഇന്നത്തെ ഒരു നിഫ്റ്റി 50 ടോപ്പ് ഗെയിനേഴ്സ് നോക്കുമ്പോഴുള്ള ഒരു ഓഹരി ഏഷ്യർ മോട്ടോഴ്സ് ആണ്. 2.2% നേട്ടമുണ്ട്. 7042 എന്നൊരു പ്രൈസിലാണ് ട്രേഡിംഗ് തുടരുന്നതായിട്ട് കാണുന്നത്. കഴിഞ്ഞ മാസം ഒരു ഓൾ ടൈം ഹൈ ഒക്കെ ക്രിയേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ കഴിഞ്ഞ 2 മാസം നോക്കുമ്പോൾ ഒരു മികച്ച മുന്നേറ്റം രേഖപ്പെടുത്തിയാണ് ട്രേഡിംഗ് തുടരുന്നത്. ഈ ഒരു ഓഹരിയിൽ താങ്കളുടെ ടേക്ക് എന്താണ്? ഐഷർ മോട്ടോറിന്റെ കേസിൽ അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. ഈ സ്റ്റോക്കിന് ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 7120 രൂപയിലാണ് കാണുന്നത്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഒത്തിരി നേട്ടം ഈ സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാം. സാറിന് അവസാനമായി ചോദിക്കാനുള്ളത് ഇന്നത്തെ ഒരു നിഫ്റ്റി 50 മറ്റൊരു ഗെയിനറായിട്ടുള്ള മാരുതിയെക്കുറിച്ചാണ്. മാരുതി നോക്കുമ്പോൾ 1.68% ഒരു കുതിപ്പ് ഇന്നത്തെ ഒരു ട്രേഡിങ്ങിൽ ഓഹരി കാഴ്ചവെക്കുന്നതായിട്ട് കാണുന്നുണ്ട്. മാത്രമല്ല നമ്മൾ കഴിഞ്ഞ ഒരു 3-4 മാസങ്ങളായിട്ട് നോക്കുമ്പോൾ വലിയൊരു നേട്ടത്തിലാണ് മാരുതി ട്രേഡിംഗ് തുടരുന്നത്. താങ്കളുടെ ടേക്ക് ഈ ഒരു ഓഹരിയിൽ എന്താണ്? മാരുതിയുടെ കേസിലും ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തുടരുന്നു. ബട്ട് ഈ സ്റ്റോക്ക് നോക്കുമ്പോഴേക്കും ത്രൂ ഔട്ട് ഒക്ടോബർ നമുക്കൊരു കൺസോൾട്ടേഷൻ കാണാൻ സാധിക്കുന്നു നിയർ ദി ഓൾ ടൈം ഹൈ. ഹൈസ് ആൻഡ് ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. ബട്ട് 16,670 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ ശക്തമായിട്ടൊരു അപ്വേർഡ് മൂവ്മെന്റ് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്.